ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുറേ ശ്രദ്ധിക്കും, കാണുന്ന മിക്കവരും ശ്രദ്ധിക്കും, സ്ഥലം വേറെയാണ്, വേറൊരു വീട്, ഒരു വില്ലേജ്, ഡ്രസ്സ് അടക്കം മാറുകയാണ്. കാരണം ഇന്നത്തെ ദിവസം മൈൻക്രാഫ്റ്റിൽ ഒരു ബാഡ് ഡേ തന്നെയാണ്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഞാൻ വീഡിയോ എടുക്കണ്ട, മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് എപ്പിസോഡ് തന്നെ അങ്ങ് നിർത്താം, ആ ഒരു വീഡിയോ അങ്ങ് ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അവസാനം ഒന്ന് മൂഡ് ചേഞ്ച് ആയിട്ട് നമ്മളെന്താ ലാസ്റ്റ് ചാൻസ് ആയിട്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ഈ ഒരു ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു വീട് വെച്ചില്ലേ, ആ ഒരു വീട്ടില് ഞാൻ വീട് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത് മറ്റേ നിലയൊക്കെ ആയിട്ട് നമ്മൾ വീട് തന്നപ്പോൾ എന്നെ അന്നടുത്ത് കൊന്ന്. അവന്റെ എന്താ വില്ലേജറാണ് എന്തായാലും, വേറെ ഏതോ ഇത് നമ്മളെ നോർമൽ അല്ല, അറ്റാക്ക് ചെയ്യണതാണ്, ഞാൻ പേര് മറന്നത്. അവൻ വന്ന് എന്നെ കൊന്ന്, എന്നെ അടിച്ചു കൊന്ന്. ഞാനാണെങ്കിൽ കട്ടില് മാറ്റിയോണ്ട് തന്നെ എന്തോന്ന് ഇതില്ല, ഞാൻ ഓർമ്മട്ടെ കുറെ കൊണ്ട് കാര്യം പറയാലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീട് വയ്ക്കാന്ന് പറഞ്ഞ ഇതിൽ നിൽക്കുന്നു. രണ്ടാമത്തെ ഒരു നിലയും കൂടി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഇവൻ വന്ന് എന്നെ അടിച്ച് കൊന്നു. ഇവ അടിച്ച് കൊന്നിട്ട് ഞാൻ എൻ്റെ ബെഡും കാര്യമൊക്കെ മാറ്റി വെച്ചേക്കായിരുന്നു. എൻ്റെ ബെഡ് മാറ്റി തന്നെ റീസ്പോൺ കിട്ടി. അവർ തപ്പിക്കോളാൻ എനിക്ക് കിട്ടില്ല. പിന്നെ കുറേ തപ്പി ഒരു വില്ലേജ് കിട്ടി. പിന്നെ അവിടെ നമ്മൾ വീട് സെറ്റ് ചെയ്തു. ഇതിനൊക്കെ വീഡിയോ കൊടുക്കുന്നുണ്ട്, ഉണ്ട്. അവിടെ ഒരു വീട് സെറ്റ് ചെയ്തു. അവിടെ വീട് സെറ്റ് ചെയ്തപ്പോൾ അവിടെ വീട്ടിൻ്റെ അകത്ത് സ്കെൽറ്റൻ സോംബി ഓർമ്മ വരുന്ന സ്കെൽറ്റൻ വൈകുന്നേരം ഉച്ചയ്ക്കാണ് ഞാൻ ചെയ്തത്. സ്കെൽറ്റൻ സോംബി എന്താ വന്ന് എന്നെ അടിച്ചു കൊന്നു. അവിടെ റീസ്പോൺ സെറ്റ് ചെയ്തില്ലായിരുന്നു. അവിടെ നിന്ന് തന്നെ അടിച്ചു വന്നപ്പോൾ എന്ത് ചെയ്ത് ആ വില്ലേജ് പോയി. പിന്നെ അവിടെ നിന്ന് തപ്പി ആ വില്ലേജ് തപ്പി കൂടെ വേറൊരു വില്ലേജ് പോയി. അപ്പോൾ ടോട്ടൽ ഇപ്പം 2 വീട് നഷ്ടമായി, ഒരു വില്ലേജ് പോയി. ഇതൊരു പുതിയ വില്ലേജാണ്, ഇതിനെക്കാട്ടി വലിയൊരു വില്ലേജ് ആയിരുന്നു അത്. എന്ത് ചെയ്യാൻ ഭാഗ്യമില്ല, അതും പോയി. ഇപ്പം തന്നെ നമ്മുടെ വീട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു പെട്ടി വലിയ. മറ്റേ രണ്ടാമത്തെ വീട് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്ത് ചെയ്യാൻ പോയി. എന്തായാലും നിങ്ങൾ പോയിട്ട് ആ വീഡിയോ ഇട്ടോ. നമ്മള് ചത്ത് എടാ റീസ്പോണാ അവിടെ. ഇവിടെ മൊത്തം മോബ് വന്നടാ. ഇത് എവിടെയാടാ സ്പോണ്? എടാ പാലും വെള്ളത്തിൽ കിട്ടി ഗൈസ്. എനിക്ക് സോംബിയുടെ സൗണ്ടൊക്കെ കേൾക്കാം. എൻ്റെ മോനെ വില്ലേജർ. ഹലോ ഇവിടെ ട്രേഡ് ചെയ്യാമല്ലോ. എൻ്റെ ട്രേഡിങ്ങിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കോള് കൊടുത്ത എമറാൾഡ്, 16 എമറാൾഡ് കൊടുത്ത ഈ കത്തി കിട്ടും, കൊള്ളാം. എന്നൊക്കെ അവൻ്റെ വീട്ടിൽ ചെസ്റ്റ് കാണുമോ നോക്കട്ടെ. ചെസ്റ്റ് ഉണ്ടേ. പ്രഷർ പ്ലേറ്റ് ആണല്ലോ ഇവിടെ ടേബിളായിട്ട് ചെയ്യണം. ഞാൻ ചെറിയ ട്രാപ്പ് ആയിരിക്കും. ഓക്കെ ഗൈസ്, ഡയമണ്ട് കിട്ടിയടാ മോനെ. ഓക്കെ ഡോർ വെച്ചു. ഓക്കെ നമ്മൾ ഡോറും കാര്യമൊക്കെ വെച്ചു. അവിടെ വീട്ടിൽ ഡോറ് തുറന്നകത്ത് വരുന്നു. അവിടെ സ്കെൽട്ടൻ ഡോറ് തുറന്നകത്ത് വന്നതാ. അവിടെ സോംബി എല്ലാവരും ഉണ്ട്. എടാ പൂടാ വില്ലേജ് എവിടെ? നിങ്ങളെ വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ നിലവിലത്തെ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല, മറന്നുപോയി. അപ്പോൾ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, 6 ഫർണേസ്, ഇവിടെ 3 ചെസ്റ്റ്. ബെഡൊന്നും എടുത്തില്ല കേട്ടോ. ഡോറൊക്കെ ഞാൻ വെച്ചല്ല, അവിടുത്തെ വീട്ടിൽ നിന്ന് പൊളിച്ചെടുത്തതാണ്. റൂഫ് ഞാൻ പകുതി സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മളതിൽ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. വേറെ പ്ലാൻ. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്തോന്ന് ഒരു ഗോൾഡൻ ഇത് കിട്ടി. ഇവിടെ വന്നാൽ എനിക്കൊരു നെതറിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറിയപ്പോൾ ഗോൾഡൻ കളർ ഇത് കിട്ടി, ആക്സ്. മാറിപ്പോയി, നമുക്ക് ഇതാണ് കറക്റ്റ്. ഓക്കെ, മറ്റേത് നമുക്ക് വെളിയിൽ വയ്ക്കാം. ഓക്കെ, ഇത് വച്ച് ഇപ്പം എന്തായാലും ഇന്നത്തെ ദിവസം മൈൻക്രാഫ്റ്റ് ബാഡ് ലക്കായിരുന്നു. പിന്നെ ഇവിടെ
എൻ്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത്, എല്ലാവരും വരണം. നമുക്ക് മൈനിങ്ങിന് പോകണം. മസ്റ്റായിട്ട് മൈനിങ്ങിന് ഇന്ന് തന്നെ പോകും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മൈനിങ് എന്തായാലും കാണിക്കും. കാരണം നമുക്ക് മൈനിങ് ചെയ്താലേ അയൺ സെറ്റാക്കാവുള്ളൂ. അയൺ സെറ്റാക്കിയിട്ട് ഇവിടെ നമുക്ക് അയൺ ഡോർ വയ്ക്കണം. പിന്നെ ബട്ടൺ അല്ലെങ്കിൽ പ്രഷർ പ്ലേറ്റ്. ബട്ടൺ വയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രഷർ പ്ലേറ്റ് ആയാലും ഇമാർ വരാൻ സാധ്യത. ബട്ടൺ വെച്ചാൽ വീട്ടിലകത്തേക്ക് ആവില്ല. എന്തായാലും ഇവിടെ റൂഫും കാര്യം കഴിക്കുകയാണ്. കുറച്ച് സ്പേസ് നിങ്ങൾ കണ്ടു കാണും വീടിൻ്റെ വെളിയിൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വയ്ക്കാനാണ്, ഗ്ലാസും കാര്യങ്ങളൊക്കെ. ഈ സൈഡിൽ കുറച്ച് സ്പേസ് മേലെ വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വയ്ക്കാൻ വേണ്ടിയാണ് ഗൈസ്. തീർന്ന് ഉഡ് മരം പറ്റാം. മൂട് എന്തായാലും സ്പിരിറ്റ് നിങ്ങൾ കണ്ടു. ഇവിടെ ഇങ്ങനത്തെ മരം കുറവാണ്. ഞാൻ വന്നപ്പോൾ തന്നെ വെട്ടിയാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്റ്റാക്ക് നമ്മളിൽ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാമായി. ഓക്കെ, ഇത് എടുക്കട്ടെ. കിട്ടി. നമുക്ക് ഇവിടെ നട്ട് വയ്ക്കാം. നമ്മളവിടെ നട്ട് ഇവിടെ ഇങ്ങോട്ടാണ് പോകുന്നല്ലേ. പക്ഷെ നമ്മൾ വീടിൻ്റെ പകുതി വെള്ളത്തിലാണ്. അവിടെ നമ്മുടെ ഗോൾഡൻ ആക്സ് പോയിട്ടുണ്ട്, കുട്ടി. നമുക്ക് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിലാണ്, അല്ലെ സാൻഡ് ഉണ്ടാകും. പക്ഷെ എല്ലാവരും പറയാൻ പറഞ്ഞു ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് കഴിഞ്ഞാൽ ലൈക്ക് ടാർഗറ്റ് 20. അപ്പോൾ ആ ഒരു ലൈക്ക് ടാർഗറ്റ് നിൽക്കാൻ ഈ വീഡിയോ 20 മാക്സിമം നിങ്ങൾ 20 അടിക്കും സപ്പോർട്ട് ചെയ്യുക. 20 അടിക്കുക. ഇത് നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും അതിനും കൂടി സപ്പോർട്ട് ചെയ്യാം. എന്തായാലും നമ്മൾ എക്സ്ട്രാ അയൺ ആക്സൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ശീല ഒരു സ്റ്റാക്ക്, ഏകദേശം ഒരു സ്റ്റാക്ക് ഉണ്ട്. 56 ഉണ്ട്. 56 തികയും. 56 തികയും. കാരണം നമ്മൾ ഇവിടെ വെച്ചേക്കുന്ന ഈ നടുക്ക് വെച്ചേക്കുന്ന അതും കൂടി പൊളിച്ചെടുത്ത് വയ്ക്കുമ്പോൾ തികയും. അല്ല, അത് പൊളിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ തികയും. അങ്ങനെ റൂഫും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ടോർച്ചൊക്കെ വയ്ക്കണം. എനിവേ മൈനിങ്ങിനാണ് നമുക്ക് മെയിൻ പ്രധാനം. ഇവിടെ നമുക്ക് ബെഡ് വയ്ക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബെഡ് എടുക്കട്ടെ. ഓക്കെ, പല കളറുള്ള ബെഡ് എടുക്കാം. ഓറഞ്ചായി. നമുക്ക് 2 ഓറഞ്ച് കിട്ടി. ടെസ്റ്റ് ബ്രെഡ് ഫുഡ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് പറക്കുന്നു. മരക്കൂടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ ഇതെടുക്കുന്നു. ടോർച്ച് എടുക്കുന്നു. ആൻഡ് നമുക്ക് ഇപ്പുറത്തെ വീട്ടിൽ ടോർച്ച് ഉണ്ടോ? ടോർച്ച് എടുത്തു. ടോർച്ച് എടുത്തിട്ട് നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകാം. ടോട്ടൽ 3 ടോർച്ചായി. നമ്മൾ ഇവിടുത്തെ പ്രകാശമെല്ലാം അണയ്ക്കുന്നതാണ്. നമ്മൾ ബെഡ് 2 എടുക്കുന്നുള്ളൂ. കുറച്ച് ബെഡ് നമുക്ക് ഇവിടുത്തെ ഊസിനെ ഷീപ്പിനെ അടിച്ചു വന്നിട്ട് കുറച്ച് ബെഡ് നമുക്ക് എടുക്കണം. കാരണം കാർപ്പറ്റ്. കാർപ്പറ്റ് അല്ലടോ, കാർപ്പറ്റ് ബ്ലോക്കാണ്. കുറച്ച് ബെഡുകൾ നമ്മൾ ഉണ്ടാക്കിയിടണം. കാരണം ഇവറ്റകളെല്ലാം സോംബിയുടെ അടി കൊണ്ട് ചത്ത അവസാനം നമുക്കൊന്നും കിട്ടൂല. ഓക്കെ, 2 ഗോൾഡ് കിട്ടി. ഈ വില്ലേജറൊക്കെ എല്ലാം ചത്ത നമുക്ക് പിന്നെ ട്രേഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് എന്തായാലും ഗോൾഡ് കിട്ടി. ഗോൾഡ് അവിടെ ഇപ്പൊ ചാവാറായടായൻ. പാവം. എന്തായാലും വില്ലേജർ ബ്രോ ട്രേഡ് ചെയ്യാം. എന്തൊക്കെ നിനക്ക് ഗോൾഡ് വെച്ച് എന്തെങ്കിലും തരാൻ പറ്റുമോ? എടാ ഒരു എമറാൾഡിന് 6 ബ്രെഡാ. 20 വീറ്റ് കൊടുത്താൽ 1 എമറാൾഡ് കിട്ടും. ഇൻട്രസ്റ്റിംഗ്. എൻ്റെ അകത്തുണ്ടോടാ? ഇല്ല, എൻ്റെ അകത്തുള്ളത് നമ്മൾ പൊളിച്ചെടുത്ത്. കുറച്ച് വാട്ടർമെലൻ എടുക്കട്ടെ. വിശക്കണം, നമുക്ക് വാട്ടർമെലൻ കഴിക്കാം. ഓക്കെ, ഫുഡ് കഴിക്കാൻ എന്നിട്ട് പൊട്ടിക്കാം. നമ്മൾ ആ ടോർച്ച് എടുക്കുന്നു. എനിക്കിനി ഇത്തരം പൊട്ടിക്കണമല്ലോ. ഗൈസ്, ഒരു വ്ളോഗ് ഉടനെ തന്നെ വരുന്നതാണ്. യൂട്യൂബറിൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. പക്ഷെ അത് ഞാൻ പോയിട്ട് ഉച്ച വരെ കാണുള്ളൂ. ഈ വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഉച്ച വരെ വരുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പോകും. കാരണം എനിക്കവിടെ നിൽക്കേണ്ട ആവശ്യം ഇല്ല. എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല അവിടെ നിൽക്കണമെന്ന്. കാരണം അവിടെ എനിക്ക് പിടിക്കാത്ത 2-3 ആൾക്കാർ വരും. എന്തായാലും അവിടെ ഒരു അടി നടക്കും. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് അങ്ങോട്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ല. സോ ഞാൻ ഉച്ച വരെ അവന് ഗിഫ്റ്റ് കൊടുത്തു. ഒരു 5-10 മിനിറ്റ് നിന്നിട്ട് നമുക്ക് പോകും. അതായത് ഞാൻ രാവിലെ 10 മണിക്ക് പോയാൽ 12 മണി
12 ആവൂല, നേരത്തെ ചിലപ്പോൾ ഇറങ്ങും. ഒരു 12 മണി, അതിനപ്പുറം ഞാൻ പോവില്ല. അപ്പം തന്നെ ഇറങ്ങും. നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്. 4 പോവാം. സോറി, ഇതെടുത്ത് പൊളിച്ചിട്ട് നമുക്ക് ഇതെടുത്ത് പുറത്തോട്ട് വയ്ക്കാം. അവിടെ അപ്പം ഇനിയും വേണമല്ലോ 2 ശീല, നമുക്ക് വച്ചിട്ട് പോയെടുക്കാം. അയ്യോ, മാർക്ക് വെച്ചത്. ഓക്കെ, ഈ 2 കൂടി വേണം. നമുക്ക് ബെഡ് ഉള്ള ടോർച്ച് ബെഡ്, ഒരു ബെഡ് എടുത്ത് ഇവിടെ വയ്ക്കാം. ഇനി ഒരു ബെഡും കൂടെ എടുത്ത് വയ്ക്കാം. അവിടെ ഇരിക്കുകയാണ്, അതെടുത്ത് ഇവിടെ റീസ്പോൺ സെറ്റ് ആക്കിയിട്ട് അത് പൊട്ടിക്കാം. ഹാർഡ് കോർ സീരീസ് സ്റ്റാർട്ട് ചെയ്യണോ നമുക്ക്? ഇൻട്രസ്റ്റിങ്. നമുക്ക് ആദ്യം ഈ ഒരു സീരീസ് മെച്ചപ്പെടട്ടെ, ഒക്കെ കളിച്ചൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഹാർഡ് കോർ സെറ്റ് ചെയ്യാം. ഹാർഡ് കോർ ചത്തേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബെഡ് സെറ്റായി. നമുക്കിനി ഒരു 2 ഇതും കൂടെ എടുക്കണം. തട്ടിയിട്ട് പോലെ. അയ്യോ ചന്ന് തന്നെ കൊന്നിട്ടേ പോളൂ. ചാവാക്കാ ആക്സും ഇല്ല, അല്ലെങ്കിൽ എന്തായാലും ഗോൾഡ് ഇട്ട് ഗോൾഡ് ചാവാറായൻ. അയണ് 2 കിട്ടിയുള്ളൂ. നൈസ്. നമുക്ക് ഈ ഒരു ഇപ്പം കിട്ടിയതെല്ലാം ഓക്കെ. ഇവിടെ 2 പൂ വച്ച്. ഓക്കെ, ഇവിടെ കിട്ടിയതെല്ലാം നമുക്ക് ചെസ്റ്റിലേക്ക് നേരെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ഒരു ടോർച്ച് എടുത്ത് കൈ വെച്ചേക്കാം. നമുക്ക് വെളി വയ്ക്കേണ്ടി വരും. ഓക്കെ, ഒരു ബ്രെഡ് എടുത്ത് കൈ വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഈ ടോർച്ച് എടുത്ത് വെളി വെച്ചിട്ട് സാൻഡ് എടുക്കണ്ടേ നമുക്ക്? സാൻഡ്. ഓക്കെ, ഒരെണ്ണം കൂടെ ടോർച്ച് നമ്മൾ എടുക്കാൻ പോയത് എന്താ, പിന്നെ നമ്മൾ ഗ്ലാസ് വയ്ക്കത്തുള്ളൂ. സോ നമുക്ക് ഈ ടോർച്ച് എടുത്ത് വെളി വെച്ചില്ല. ഓക്കെ, നമുക്ക് നമ്മളെ പിക്കാക്സും ഷവളൊക്കെ എടുക്കാം. ഗ്ലാസ്, ഷവള്. ഓക്കെ, സെറ്റ്. നമുക്ക് ടോർച്ച് നമ്മളതിലില്ല. നോസി, നമ്മളെ ബെഡ് ഇവിടെയാണ്. സോ നമ്മളെ മൈനിങ് എന്ന് പറയുന്നത് വെളിയിലാക്കാം. വീട്ടിൻ്റെ അകത്ത് വേണ്ട, നമുക്ക് വെളിയിലാക്കാം മൈനിങ്. എന്ത് പറയുന്നു? നമുക്ക് ഈ ഒരു വീട്ടിൻ്റെ അകത്താക്കാം നമ്മളെ മൈനിങ്. തുറക്കുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്കെൽട്ടനൊക്കെ സോംബീസ് കയറാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓക്കെ ഇവിടെ സെറ്റ് ചെയ്താൽ ഈ വഴി അറിയാൻ പറ്റും. സോ ലെറ്റ്സ് ഡിഗ്. നമുക്ക് ഇവിടെ ഇത്ര ഒന്ന് വൃത്തിയാക്കട്ടെ. നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഇതൊക്കെ ചെയ്യണം. സോ നമുക്കിപ്പോൾ ആവശ്യമുള്ള അത്രയും ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റോൺ എത്തി ഗൈസ്. അയ്യോ, സ്റ്റോൺ എത്തി. നമുക്ക് ഇനി അങ്ങോട്ട് പുലിയാക്കാം. നമുക്ക് സ്റ്റെപ്പ് മൈനിങ് ആണ് കേട്ടോ. ഈ വെറും സ്റ്റോൺ കിട്ടിയിട്ട് കാര്യമില്ല. ഈ വെറുതെ ഈ ഡേറ്റ ഞാൻ തുടയ്ക്കുന്നു. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം ഗൈസ്. നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. വലിയ മെന ഇല്ല. ഞാൻ പെട്ടെന്ന് കേവ് വിചാരിച്ചു. കേവ് എത്തിയിട്ട് പെട്ട്. ഈ കേവ് എത്തി സോംബി സ്കെൽട്ടൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് പോയി അവിടെ കോളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാം. പക്ഷെ ഇതുവരെയായിട്ട് ഒരു കോൾ പോലും കിട്ടിയിട്ടില്ല നമുക്ക്. നൈറ്റ് പെട്ടെന്ന് നമുക്ക് അടച്ചിട്ട് പോവാം. ഓക്കെ, നമുക്ക് അടച്ചു. പെട്ടെന്ന് പക്ഷെ നമുക്ക് ഒരു ബെഡ് എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തും കൂടി എടുത്ത് തരണം. മൈനിങ്ങിൻ്റെ അകത്ത്. കാരണം
എപ്പോഴും വീട്ടിൽ കയറി കിടക്കാന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ചാവാൻ നല്ല രീതിക്ക് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ബെഡ് എടുത്ത് നമ്മളെ അകത്തും കൂടി കൊണ്ടുവിടാം. ഓക്കെ, വെയിറ്റ് ആക്കുക. കിട്ടിയതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കണ്ടേ? സ്റ്റിക്ക് നമ്മളൊരു വുഡ് എടുക്കട്ടെ. വുഡ് എടുക്കാം. വുഡ് 14 ഇതെടുക്കാം. സ്റ്റിക്ക് എടുക്കട്ടെ. സ്റ്റിക്ക് ഓക്കെ 28. ഒന്നും നോക്കണ്ട, 28 സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കി. വെറുതെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്കൊരു ആക്സ്, 2 ആക്സ് മതി. ഇത്രയും നമ്മൾ ഉണ്ടാക്കി പോവാ. നമ്മളെ ഉള്ള ഷവൽ വെച്ച് നമ്മളെ വഴി വൃത്തി ആക്കാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം മെന ഉള്ള പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലല്ലേ? മെന അത്യാവശ്യം മെനയൊക്കെ ഉണ്ട്. നമുക്ക് ഈ വീട്ടിൽ ബെഡ് എടുക്കാം. ഒരുപാട് ബെഡ് എടുത്താൽ നമുക്കും പണിയാവും. സോ എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മൾ പ്ലാൻ മൊത്തം നമ്മൾ അതിൻ്റെ അകത്ത് അവിടെ വെച്ച് തീർത്തില്ലേ? ഇല്ല, നമുക്ക് ആവശ്യത്തിനുള്ള മൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു മൈൻ സെറ്റപ്പ് ചെയ്യാലോ. എന്ത് പറയുന്നു? നമുക്ക് അത് സെറ്റാക്കാം. ചെറിയൊരു മൈനിൻ്റെ ആ ഒരു ഇത് നമ്മൾ വയ്ക്കുന്ന വലുതായിട്ട് ഒന്നുമില്ല. ഈ നമുക്ക് ഇപ്പോൾ ഒരു ഡോർ കൂടി വേണ്ടി വരും. ഓക്കെ, നമുക്ക് ഈ മരം വെട്ടണം. ഇവിടുത്തെ മരം എത്രയും വെട്ടാം. അയ്യോ മനിക്ക് അതെന്താ കേറാത്ത? പിന്നെ ഇതിൽ എന്താ ഗൈസ്, നമുക്ക് തികയൂല. സ്റ്റോൺ തികയൂല ഗൈസ്. നമുക്ക് സ്റ്റോൺ തികയൂല. എന്ത് ചെയ്യും? നമുക്കൊന്നും കൂടെ മൈൻ ചെയ്യാം. മൈൻ ചെയ്യുമ്പോൾ തികയുമല്ലോ. ഓക്കെ, നമുക്കിവിടെ നമ്മളെ ബെഡ് വയ്ക്കാം. ബെഡ് വെച്ചിട്ട് ഒരു ചെസ്റ്റ് കൂടി വയ്ക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യേണ്ടി വരും. ബെഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെസ്റ്റ് വെക്കേണ്ടി വരും. ചെസ്റ്റ് നമുക്ക് ഇവിടെ മേളിൽ ഇങ്ങനെ വയ്ക്കാനുള്ളൂ. 2 മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതൊക്കെ എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി. എന്ത് പറയുന്നു? നമുക്ക് താഴെ പോയിട്ട് മൈൻ ചെയ്ത് തരാം. മൈൻ ചെയ്ത് കുറച്ചും കൂടി സ്റ്റോൺ എടുക്കട്ടെ. ഈ കോൾ കിട്ടുന്നില്ല. കോൾ കിട്ടിയാലേ വല്ലതും നടക്കത്തുള്ളൂ. നമുക്ക് ഷെഡ് കൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോൺ വരെ കിട്ടി. നമുക്ക് മേലോട്ട് പോകാം. ഇത് ഷെഡൊക്കെ കെട്ടി ചെസ്റ്റൊക്കെ വെച്ച് ഡോറൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജമ്പ്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് കേസ് എക്സ്ട്രാ ഏണിയായിരുന്നു കിട്ടി. ഓക്കെ, ഈ കിട്ടിയ 7 വെറുതെ എന്തിനാണ് വെച്ചേക്കുന്നത്? നമുക്ക് ഇവിടെ എക്സ്ട്രാ ഒരു ഇതും കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു മെനയുണ്ട് മൈനാണെന്നുള്ള. ജസ്റ്റ് ഞാൻ പറയുന്നത് ഇവിടെ 2 വയ്ക്കാം, പിന്നെ ഇവിടെ 2 വയ്ക്കാം. അങ്ങനെ കുറേ ജസ്റ്റ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഡോർ കാര്യങ്ങൾ വയ്ക്കാം ഗൈസ്. കാരണം വീട് ഇപ്പം തന്നെ കുറേ ലെങ്തായി എനിക്ക് തോന്നുന്നു. നമുക്ക് ഡോർ ഇപ്പം തന്നെ വയ്ക്കാം. ഓക്കെ, ഡോർ സെറ്റ്. എല്ലാം വില്ലേജറിന് ഊറ്റി തന്നെ. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു വീഡിയോ എൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ട എല്ലാവർക്കും താങ്ക്സ് ലോട്ട്. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളെ മൈൻക്രാഫ്റ്റ് ഫാൻസായ കുറേ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാമെന്നുള്ള ടിപ്പും കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഗൈസ്, ലൈക്ക് ടാർഗറ്റ് 20 ആണ്. എല്ലാവരും അടിച്ച് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സാണ്. അതും സബ് ചെയ്യുക. അപ്പോൾ ഇന്നൊരു ബാഡ് ഡേ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ബാഡ് ഡേ നമുക്ക് എന്തായാലും ഗുണം ആയിട്ട് കിട്ടണത് ഒന്നുമില്ല. ഇന്നത്തെ ദിവസം മൊത്തം നഷ്ടമാണ് ഈ ഒരു ബാഡ് ഡേ ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ കണ്ട് ഈ സക്സസ്ഫുള്ളി ആയിട്ട് ഒരു വീടും കൂടി വെച്ചു. അപ്പം 3ാമത്തെ വീടും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു കാണും മറ്റ് 2
പ്രാവശ്യവും നമുക്ക് കിട്ടിയ പണികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീടിൻ്റെ പണി തീർന്നില്ല, ഇവിടെ കുറച്ച് ഗ്ലാസ് ഒക്കെ വയ്ക്കണം, അതൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് 2 കാര്യങ്ങൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 3 ആയിട്ട് വീണ്ടും കാണാം. എന്ത് നോക്കി നിൽക്കുക, പോണില്ലേ? ബൈ.